നമ്മൾ ടാലി തുറന്നു. Control F3. നമ്മൾ സ്കൈ സൂപ്പർ മാർക്കറ്റ് തുറന്നു. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാലോ. നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തു, ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നു GST-യിൽ, നമ്മൾ ലെഡ്ജേഴ്സ് ചെയ്തിരുന്നു GST-യിൽ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ സൺഡ്രി ഡെപ്റ്ററും സൺഡ്രി ക്രെഡിറ്ററും ചെയ്തിരുന്നു GST-യിൽ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ GST-യിൽ ഒരു സ്റ്റോക്ക് ഐറ്റം ചെയ്യണമെന്ന് പഠിക്കാം. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റം ഉണ്ടാക്കാം. നമ്മളിവിടെ നോക്കി, ഞാനിവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നില്ല, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് പോവാണ്. സോ ഗ്രൂപ്പ് ഒന്നുമില്ല, നെയിം അഡ്രസ്സ് കേരള, നമ്മൾ സ്റ്റോക്ക് ഐറ്റം ഉണ്ടാക്കുകയാണ്. നമ്മൾ യൂണിറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, യൂണിറ്റ് മാത്രമേ കൊടുക്കും. അപ്പോൾ 2 എണ്ണം കൊടുക്കാം, ഒരു ബോക്സും ഒരു പീസും കൊടുക്കാം. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് യൂണിറ്റ് കൊടുത്തു. ആദ്യത്തെ സിമ്പിൾ BX ആണ്. ഫോർമാറ്റ് നെയിം ബോക്സസ്. ബോക്സ് എന്ന് കൊടുത്താലും മതി, BOX ബോക്സ് മതി. ഓക്കെ, നമ്മൾ അവിടെ ഒരു 2 ഡെസിമൽ പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. അടുത്ത പീസസ് ആണ്, PCS, PIECES പീസസ്. നമ്മൾ ഡെസിമൽ പോയിന്റ്സ് കൊടുക്കുന്നില്ല, പീസസിന് ഡെസിമൽ പോയിന്റ്സ് ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ വന്നിട്ട് സ്റ്റോക്ക് ഐറ്റം ഉണ്ടാക്കി. ഓക്കെ, ഇത്രയും 5 ഐറ്റമാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഒരേ HSN കോഡുള്ള ഒരേ GST റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഫോൺസ് ആണ്. ഓക്കെ, ടക്ക് 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 എന്ന് ഉണ്ടാക്കിയാലോ, നമുക്ക് കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ അതിന് ആദ്യം ഓൾട്ടർനേറ്റീവ് യൂണിറ്റ്സ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ F12 എടുത്തു, ഫംഗ്ഷൻ F12. അതിൽ യൂസ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ്സ് ഇപ്പൊ നോയാണ്, ഞാൻ അത് എസ് ആക്കി കൊടുത്തു, കൺട്രോൾ. ഓക്കെ, സോ ആദ്യത്തെ ഐറ്റം iPhone 17, Control C, Alt Tab, Control V, primary units pieces ആണ്. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ്സ് ബോക്സസ് ആണ്. എല്ലാം ഒരു ബോക്സിൽ 24 എണ്ണമാണ്. ഒരു ബോക്സിൽ എത്ര എണ്ണമാണ്? 24 എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ 24 പീസാണ്. എല്ലാത്തിനും ഒരു ബോക്സ് 24 പീസാണ്. ഓക്കെ, ഓക്കെ, സോ ഒരു ബോക്സ് 24 പീസാണ്. GST applicable is as per company or stock item അല്ല, നമുക്ക് specific details 0 കൊടുക്കാം. HSN എത്രയാന്ന് പറഞ്ഞേ? 851713. ഇത് കോമൺ ആയിട്ട് നമ്മളൊരു നമ്പർ ലോകത്ത് മുഴുവൻ ഉപയോഗിക്കാൻ പാകത്തിന് ഒരു നമ്പർ ഉപയോഗിക്കുന്നതാണ്. സ്മാർട്ട് ഫോൺസ് ആണ്. ഓക്കെ, GST റേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ആസ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ഹിയർ. ടാക്സബിൾ ആണ് 18%. നമ്മളിപ്പോൾ 18% കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ 8517 കൊടുത്തു. സ്മാർട്ട് ഫോൺ സ്പെസിഫിക് 18%. ഗുഡ്സ് ആണ്. റിപ്പോർട്ടിംഗ് ക്വാണ്ടിറ്റി എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കുന്നതാണ് നല്ലത്. പീസസ് ആണ്. ഓക്കെ,
അക്സെപ്റ്റ് ചെയ്തു. അടുത്തതായിട്ട് ഉള്ളത് റിയൽമിയുടെ GT6 ആണ്. Control C, Alt Tab, Control V. പ്രൈമറി ആണ്. പീസസ്, ബോക്സസ്, 1 box is equal to 24 pieces. കുറച്ച് സ്പീഡായിട്ട് പോകണം കേട്ടോ. ആപ്ലിക്കബിൾ, സ്പെസിഫിക് ഡീറ്റെയിൽസ് ചെയ്യുക. ഓക്കെ, HSN എത്രയാ? 85713. Control V, it's a smartphone. Okay, specific details here ആണ്. Taxable ആണ് 18%. So next one is Oppo Renovo 15 5G. Control C, Alt Tab, Control V. Primary ആണ്. Units, pieces ആണ്. Boxes ആണ്. 1 box is equal to 24 pieces. Okay, applicable, specific details here. 851713. Sorry, 815851713 ആണ്. Specific details ആണ്. Taxable ആണ് 18% ആണ്. So Oppo pieces ആണ്. Okay, so Oppo കഴിഞ്ഞു. ഇത് കഴിഞ്ഞു OnePlusന്റെ 1313 5G ആണ്. പ്രൈമറി ആണ്. പീസസ്, ബോക്സസ്, 1 box is equal to 24 pieces. No applicable. Specific details 85173. Control V. Specific details here. Taxable 18%. Goods, pieces. Yeah. Now fifth item, Google Pixel ആണ് വരുന്നത്. Control C, Alt Tab, Control V. Primary, pieces, boxes, 1 box is equal to 24 pieces. Applicable. Specific details here. This is 85713. Control C, Alt Tab, Control V. As per details here, taxable 18%. Accept. Okay. Now when you coming to, we are നമുക്കൊരു 2 സർവീസുകൾ കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സർവീസുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് നമ്മളൊരു സർവീസ്, ഇന്റീരിയർ ഡെക്കറേഷൻ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സർവീസിന്റെ പേര് ഇവിടെ നിന്ന് പുറത്ത് പോവാം. സർവീസ് ആണല്ലോ, അപ്പൊ നമ്മൾ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ലെഡ്ജർ. സോ ആദ്യത്തെ ലെഡ്ജറിന്റെ പേരെന്താണ്? ഇന്റീരിയർ ഡെക്കറേഷൻ സർവീസസ്. ഓക്കെ, Control C, Alt Tab, Control V. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ, നോട്ട് ആപ്ലിക്കബിൾ, ആപ്ലിക്കബിൾ ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്യുക. SIC ആണ്, സർവീസ് കോഡ് ആണ് വരിക. സോ സർവീസ് കോഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, Control V. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വന്നു. സോ ഞാൻ ഉപയോഗിക്കുന്നത് ഒറിജിനൽ വേർഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ വരില്ല. ഓക്കെ, നമ്മൾ സ്പെസിഫിക് ഡീറ്റെയിൽസ് ചെയ്ത് കൊടുക്കുക. ടാക്സബിൾ ആണ്. എത്ര പെർസെൻറ്റേജ് വരെ? 18% വരെ. 18% വരെ. സർവീസ് ആണ്. അക്സെപ്റ്റ് ചെയ്തു.
നെക്സ്റ്റ് വരുന്നത് ഇവന്റ് മാനേജ്മെന്റ് സർവീസ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ്. ആദ്യത്തെ നമ്മൾ മേടിച്ച സർവീസ് ആണ്, ഇത് നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വന്നിരിക്കുന്നത് കൺട്രോൾ വി. നമുക്ക് വേറെ ഒരു മെയിൻ കോഴ്സ് ഓഫ് ബിസിനസ് ഉള്ളത് കൊണ്ടാണ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തത് കേട്ടോ. ഡയറക്റ്റ് ഇൻകം ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മെയിൻ ബിസിനസ്സിന്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഡയറക്റ്റ് ഇൻകം ഓൾസോ. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ ആണ്, നോട്ട് ആപ്ലിക്കബിൾ ആണ്, ആപ്ലിക്കബിൾ ആണ്. സ്പെസിഫിക് ഡീറ്റെയിൽസ് ചെയ്യാറുണ്ട്. SINC വരുന്നത് 998391 തന്നെയാണ്. സ്പെസിഫിക് ഡീറ്റെയിൽസ് ചെയ്യാം. അതും ടാക്സബിൾ ആണ്, 18% ആണ്, സർവീസ് ആണ്. ഓക്കെ.